കൊച്ചി കോർപ്പറേഷനിൽ വലിയ തലവേദനയാണ് കോൺഗ്രസിന് ഈ വിമത ശല്യം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 6-ലധികം പേരാണ് വിമതരായി മത്സരരംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം മുനമ്പം സമരസമിതി നേതാവ് ജോസഫ് ബെന്നിയെ മുനമ്പം ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് മുന്നണി വ്യത്യാസമില്ലാതെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വിവിധ ഡിവിഷനുകളിൽ വിമത സ്ഥാനാർത്ഥികളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നിലവിൽ 6 വിമത സ്ഥാനാർത്ഥികളാണ് രംഗത്തെത്തിയത്. നമുക്കറിയാൻ സാധിച്ചത് ഞങ്ങളൊക്കെ തഴയപ്പെട്ടുകൊണ്ട് ഒരു വ്യവസായി പുറമേ നിന്നും വെങ്ങോല പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ ഈ ഡിവിഷനിലേക്ക് വന്നിരുന്നത്. ഒരു ശക്തികളും ഞങ്ങൾ സമ്മതിക്കില്ല. അത് ആരൊക്കെയാണോ അത് തിരിച്ചേ തന്നെ മതിയാവൂ. കോൺഗ്രസിന് ഒരു തെറ്റ് പറ്റിയാൽ അത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ തിരുത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. സമരകലുഷിതമായിരുന്ന മുനമ്പത്തെ ജനങ്ങളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി സമരസമിതി ജനറൽ കൺവീനർ ജോസഫ് ബെന്നിയെ മുനമ്പം ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കും. കോൺഗ്രസിന് ഏറെ തിരിച്ചടിയുണ്ടായ മുനമ്പത്താണ് സമരസമിതി നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പത്തനംതിട്ടയിൽ CPIയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേർന്നു. KPCC ഓഫീസിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി തുടരുകയാണ്. തുടർച്ചയായി 2ാം ദിവസം ചേർന്ന യോഗത്തിലും തീരുമാനമായില്ല. വാഴക്കാട്, തേഞ്ഞിപ്പലം, വഴിക്കടവ്, മേലാറ്റൂർ ഡിവിഷനുകളിലാണ് തർക്കം തുടരുന്നത്. ആലപ്പുഴയിൽ SNDPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ മാറ്റിയെന്നാരോപിച്ച് CPIMൽ തർക്കം രൂക്ഷമാകുന്നു. കണിച്ചുകുളങ്ങര, ചെത്തി ലോക്കൽ കമ്മിറ്റികളിലെ 3 അംഗങ്ങളാണ് രാജിവെച്ചത്. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ 5ാം വാർഡിൽ പാർട്ടി വിമതനായി മത്സരിക്കാൻ മുൻ LC സെക്രട്ടറി വിജയൻ രംഗത്തെത്തുകയും ചെയ്തു. വാർഡ് കമ്മിറ്റികൾ ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയതാണ് ആലപ്പുഴയിലെ തർക്കത്തിന് കാരണം. തൃശൂർ കുഴൂർ പഞ്ചായത്തിൽ CPIയും CPMും തമ്മിൽ തർക്കം തുടരുകയാണ്. 11ാം വാർഡിൽ ഇരുവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചേരിതിരിഞ്ഞ് പ്രചരണവും ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ മുന്നണി വ്യത്യാസമില്ലാതെ തുടരുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ ജയസാധ്യതയെ പോലും ബാധിക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.